Hi all, Assalamu alaikum. Welcome to our YouTube channel. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി നല്ല അടിപൊളി നാടൻ മീൻകറിയാണ്. നോക്കിയാലോ. അയിലയാണ് എടുത്തിട്ടുള്ളത്. അയില എടുത്തിട്ടുണ്ട്, പിന്നെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അത് ചായച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുടംപുളി, പിന്നെ കറിവേപ്പില, പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് 2-ാം പാലാണ്, ഇത് 1-ാം പാലും. പിന്നെ കുറച്ച് ഉലുവയുണ്ട്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്. നമുക്ക് തയ്യാറാക്കിയാലോ. നമുക്ക് തയ്യാറാക്കാവേ. അപ്പൊ നമ്മുടെ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ഇങ്ങനെ പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഉലുവ ഇവിടെ ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കാവേ. ഇതിലോട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ പുളി ഇറങ്ങാൻ വേണ്ടിയാണ് നേരത്തെ ഇട്ട് കൊടുക്കുന്നത്. വേവിന് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കുവാണേ. ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാവേ. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്നു വരട്ടെ. അതെ, നമ്മുടെ തക്കാളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി വഴന്നു വന്നതിന് ശേഷം നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. തക്കാളി വഴന്നു വന്നിട്ടില്ല, കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വഴന്നു കിട്ടും. നമ്മുടെ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്താലോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഫുൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. അതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതും നന്നായി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കറിക്ക് മൊഞ്ച് കൂട്ടണം. നല്ല അടിപൊളി മുളക് പൊടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഞാനൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ പൊടികളെല്ലാം നന്നായി ആ മസാലയിൽ പിടിക്കട്ടെ. നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. നന്നായി യോജിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2-ാം പാല് ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ചു വരുമ്പോ നമ്മുടെ അയില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കറി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് അയില ഇട്ട് കൊടുക്കാം. എല്ലാ അയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിലും മസാല പിടിക്കുന്ന പോലെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്കാം.
എന്നിട്ട് ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മൂടി വെക്കുവാണേ. നമ്മുടെ കറി ഇവിടെ തുറന്നു നോക്കിയാലോ. വെച്ചിട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാ നമ്മുടെ അയിലയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് 1 പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കാൻ പോകുവാണ്. ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കാതെ. കയ്യിലിട്ട് ഇളക്കാതിരിക്കണ നല്ലത്, മീൻ പൊടിഞ്ഞു പോകും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഒരു ചട്ടി എടുത്തിട്ട് നമ്മുടെ ചീനച്ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോ ഒരു 3 ചുവന്നുള്ളിയുടെ ഞാൻ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മുരിച്ചെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകണ വരെ ഒപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഉള്ളി ഇവിടെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണേ. എന്നിട്ട് നമുക്കിത് കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. കറിക്ക് മുഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കണം. നമ്മുടെ നല്ല അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ തെളിച്ച് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യണം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.